കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് ബീഹാറാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് ബീഹാർ സന്ദർശിക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നതും. വരുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പല പരിപാടികളിലും ഇപ്പോൾ രാഹുൽ മുഖം കാണിക്കുന്നതും. ഹിന്ദു ദളിത് വോട്ടുകൾ അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകൾ കണ്ണും വെച്ചാണ് രാഹുൽ ഗാന്ധി അടിക്കടി ഇപ്പോൾ ബീഹാർ സന്ദർശിക്കുന്നതും. ഈ വർഷത്തെ മൂന്നാമത്തെ ബീഹാർ സന്ദർശനമാണ് രാഹുൽ നടത്തുന്നതും. അതുപോലെ NSUI ദേശീയ ചുമതലയുള്ള കനയ്യ കുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പലായൻ റോക്കോ നൗക്രി ദോ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് എത്തിയതെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കനയ്യയ്ക്ക് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്റെ ജന്മനാട്ടിൽ തന്റെ യാത്രയിൽ പങ്കുചേരുന്നതോടെ തന്നെ വലിയ രീതിയിലുള്ള ജനശ്രദ്ധ കിട്ടാൻ സാധിക്കുകയും യാത്ര വലിയ രീതിയിൽ വിജയകരമാകും എന്നതാണ് കണക്കാക്കപ്പെടുന്നതും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായുള്ള പാർട്ടിയുടെ ശ്രമം അവരുടെ പ്രബല സഖ്യ പങ്കാളിയായ RJDയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരാൻ അവർ ശ്രമിക്കുന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീഹാറിൽ കോൺഗ്രസിന് 3 MPമാരും അതുപോലെ തന്നെ 19 MLAമാരുമാണ് ഉള്ളത്. സംവിധാൻ ബച്ചാവോ മീറ്റുകളിലൂടെ തന്നെ കോൺഗ്രസ് EBCകൾ, ദളിതുകൾ, മുസ്ലിങ്ങൾ എന്നിവരിലേക്ക് തന്നെ എത്തിച്ചേരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രധാന ശ്രദ്ധ EBCകളിലാണെന്നാണ് വ്യക്തമാകുന്നതും. ബീഹാറിലെ ജനസംഖ്യയുടെ 36.1% വരുന്ന EBCകളാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമൂഹിക വിഭാഗമെന്ന് പറയുന്നതും. സംവിധാൻ ബച്ചാവോ മീറ്റുകളിൽ കോൺഗ്രസിന്റെ കീഴാള വീരന്മാരെ അനുസ്മരിക്കുന്നത് പതിവാക്കിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നതും. അതേസമയം ഈ വർഷം ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബഗുസ്വാരി ജില്ലയിലെ ഒരു നിയമസഭാ സീറ്റിൽ നിന്ന് അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം പാട്നയിൽ സംവിധാൻ സുരക്ഷാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും, അതായത് രാഹുൽ ഗാന്ധി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും എന്നതാണ് പറയുന്നത്. മാത്രമല്ല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹം X അക്കൗണ്ടിലൂടെയാണ് ബീഹാറിലേക്ക് എത്തുന്ന കാര്യം അറിയിച്ചതും. 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. തിങ്കളാഴ്ച ബഗുസ്വാരിയയിൽ നടക്കുന്ന പലായൻ റോക്കോ നൗക്രി ദോ യാത്രയിൽ പങ്കെടുക്കാൻ രാഹുൽ യുവാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും വെള്ള ടീഷർട്ട് ധരിച്ചുകൊണ്ട് യാത്രയിൽ പങ്കെടുക്കണമെന്നും, ബീഹാറിലെ യുവ സുഹൃത്തുക്കളെ, ഏപ്രിൽ 7-ന് ഞാൻ ബഗുസ്വാരിയയിൽ പലായൻ റോക്കോ നൗക്രി ദോ മാർച്ചിൽ നിങ്ങളോടൊപ്പം തന്നെ നേതാക്കളോട് തോൾ ചേർന്ന് നടക്കാൻ വരികയാണ്. കോൺഗ്രസ് നേതാവ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജോലി തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി വരുന്ന ബീഹാറിലെ യുവാക്കളുടെ ദുരവസ്ഥ ലോകത്തെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും, നിങ്ങളും വെള്ള ടീഷർട്ട് ധരിച്ചു വരുമെന്നും, ചോദ്യങ്ങൾ ചോദിക്കുമെന്നും, നിങ്ങളുടെ അവകാശങ്ങൾക്കായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാനും അധികാരത്തിൽ നിന്ന് അത് നീക്കം ചെയ്യുവാനും ശബ്ദമുയർത്തു എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതേസമയം സംസ്ഥാനത്തെ കുടിയേറ്റം, തൊഴിലില്ലായ്മയും ഉയർത്തിക്കാട്ടിയായി മാർച്ച് 16-ന് പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ മഹാത്മാഗാന്ധിയുടെ ബിവർഗ ആശ്രമത്തിൽ നിന്ന് കോൺഗ്രസ് പലായൻ റോക്കോ നൗക്രി ദോ മാർച്ച് ആരംഭിച്ചതും. കോൺഗ്രസ് വാസ്തവത്തിൽ സംവിധാൻ സുരക്ഷാ സമ്മേളനം വഴി EBCകൾ, ദളിതുകൾ അതുപോലെ തന്നെ മുസ്ലിം എന്നിവരിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. എന്നാൽ അതിന്റെ പ്രധാന ശ്രദ്ധ EBCകളിലാണെന്നും പറയുന്നുണ്ട്. സംസ്ഥാന ജനസംഖ്യയുടെ ഏകദേശം 36.1% EBCക്കാരാണുള്ളത്. പാർട്ടിക്കുള്ളിൽ EBCയിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളെ പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതായും അറിയാൻ സാധിക്കുന്നുണ്ട്. അടുത്തിടെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടി ജില്ലാ യൂണിറ്റുകൾ നവീകരിക്കുകയും ജാതി സംയോജനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുതിയ ജില്ലാ മേധാവികളെ തിരഞ്ഞെടുക്കുന്നതും. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.